നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. DRDOയും ഇന്ത്യൻ എയർഫോഴ്സും ചേർന്ന് വികസിപ്പിച്ച അത്യാധുനിക ഗ്ലൈഡ് ആയുധ സംവിധാനമായ താരയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒഡീഷ തീരത്തായിരുന്നു പരീക്ഷണം നടന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സാധാരണ ബോംബുകളെയും വെടിക്കോപ്പുകളെയും കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന അതിനൂതന ആയുധങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഗ്ലൈഡ് സംവിധാനമാണ് താര. ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് താര. ഈ പരീക്ഷണം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ സുപ്രധാനമായ ചുവടുവയ്പ്പാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, DRDO, ഇന്ത്യൻ വ്യോമസേന, ഇതിൽ പങ്കാളികളായ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവരെ അഭിനന്ദിച്ചു. നിലവിലുള്ള അൺഗൈഡഡ് ബോംബുകൾ കൃത്യതയാർന്ന ഗ്ലൈഡ് ആയുധങ്ങളാക്കി മാറ്റുന്ന ഒരു ബോൾട്ട് ഓൺ കിറ്റാണ് താര. യുദ്ധോപകരണങ്ങളെ കൃത്യതയാർന്നതും ദീർഘദൂര പരിധിയുള്ളതുമായ ആയുധങ്ങളാക്കി മാറ്റാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഗ്ലൈഡ് ആയുധ സംവിധാനമാണ് താര. വ്യോമസേനയ്ക്ക് പുതിയ ആയുധങ്ങൾ പൂർണ്ണമായി വാങ്ങാതെ തന്നെ ബോംബിൻ്റെ ദൂരപരിധിയും കൃത്യതയും വർദ്ധിപ്പിക്കാനാണ് ഈ സംവിധാനം സഹായിക്കുന്നത്. സാധാരണ വാർഹെഡുകളെ കൃത്യതയുള്ള ആയുധങ്ങളാക്കി മാറ്റാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ആധുനികവും എന്നാൽ കുറഞ്ഞ ചെലവിലുള്ളതുമായ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. DRDO മറ്റു ലബോറട്ടറികളുടെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരമൊരു സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വ്യോമസേനയുടെ സെബാക് ജാഗ്വാർ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചാണ് താരയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. റഫാൽ, തേജസ് മാർക്ക് 1A എന്നീ യുദ്ധവിമാനങ്ങളിലും ഇത് ഘടിപ്പിക്കാൻ പദ്ധതിയുണ്ട്. കൂടാതെ 200 കിലോമീറ്ററിലധികം പരിധി പ്രതീക്ഷിക്കുന്ന ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു വകഭേദവും ഇതിനായി വികസിപ്പിച്ചു വരികയാണ്. താര സംവിധാനത്തിന് മൊത്തം ഭാരം ഏകദേശം 308 കിലോയോളം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 10,000 മുതൽ 45,000 അടി വരെയുള്ള ഉയരത്തിൽ നിന്നും മാക് 0.8 വേഗതയിലോ അതിനടുത്തോ ഉള്ള വിമാനങ്ങളിൽ നിന്നും ഈ സംവിധാനം വിക്ഷേപിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ പരിധിക്ക് പുറത്തു നിന്ന് തന്നെ പൈലറ്റ്മാർക്ക് ബോംബുകൾ വിക്ഷേപിക്കാൻ സഹായകരമാകുന്ന സ്റ്റാൻഡ് ഓഫ് ശേഷിയാണ് താരയുടെ പ്രധാന നേട്ടം. വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ബോംബുകൾ ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇവയെ പ്രതിരോധിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക ശത്രുക്കൾക്ക് ബുദ്ധിമുട്ടാണ്. മറ്റു രാജ്യങ്ങളുടെ ആയുധ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരയുടെ ചിലവും പ്രകടനവും സമാനതകളില്ലാത്തതാണ്. അമേരിക്കയുടെ JDAM-ER സംവിധാനത്തിന് 80 മുതൽ 102 കിലോമീറ്റർ വരെ മാത്രമാണ് ദൂരപരിധിയുള്ളത്. ഇസ്രായേലിൻ്റെ സ്പൈസ് 1000 സംവിധാനത്തിന് 100 മുതൽ 125 കിലോമീറ്റർ വരെയുള്ള പ്രഹരപരിധി ഉണ്ടെങ്കിലും ഒരു ആയുധത്തിന് 2 മുതൽ 3 കോടി രൂപ വരെയാണ് ചിലവ് വരുന്നത്. അതായത് താരയുടെ ചിലവിനേക്കാൾ ഏകദേശം 12 മടങ്ങ് കൂടുതൽ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി 150 മുതൽ 180 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ താരയ്ക്ക് സാധിക്കും. താരയുടെ കുറഞ്ഞ ചിലവിന് പിന്നിലെ രഹസ്യം അതിൻ്റെ എഞ്ചിനീയറിംഗ് മികവ് തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ വ്യവസായ മേഖലയുമായി സഹകരിച്ച് ഇതിൻ്റെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ താര സജ്ജമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. താരയ്ക്ക് പുറമെ ഗൈഡഡ് ബോംബുകളുടെ സ്വന്തം ശ്രേണി ഇന്ത്യ കൂടുതൽ വികസിപ്പിക്കുന്നുണ്ട്. 1000 കിലോഗ്രാം വിഭാഗത്തിൽപ്പെടുന്ന ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബായ ഗൗരവ് സുഖോയ് വിമാനത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ്, ഭാരത് ഫോർജ് എന്നിവയായിരുന്നു ഇതിൻ്റെ പങ്കാളികൾ.